ഷാഡോഫാക്സ് ടെക്നോളജീസ് അവരുടെ IPO അനൗൺസ് ചെയ്തിരിക്കുന്നു. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക് ഒരു 3PL കമ്പനിയാണ് ഷാഡോഫാക്സ് ടെക്നോളജീസ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് നോക്കുകയാണെങ്കിൽ എക്സ്പ്രസ് പാർസൽ ഡെലിവറീസ്, റിവേഴ്സ് പിക്കപ്പ്, എക്സ്ചേഞ്ച് ഡെലിവറീസ്, സെയിം ഡേ ആൻഡ് പ്രൈം ഡെലിവറീസ്, ക്വിക്ക് കൊമേഴ്സ്, ഹൈപ്പർ ലോക്കൽ ഡെലിവറീസ്, മൊബിലിറ്റി സർവീസ് ആൻഡ് ക്രിട്ടിക്കൽ ലോജിസ്റ്റിക്സ് ഈ സർവീസുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീഷോ, മിന്ത്ര, സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്, ബ്ലിങ്കിറ്റ്, സൊമാറ്റോ, ഊബർ കമ്പനികളായിട്ട് കമ്പനിക്ക് പാർട്ണർഷിപ്പ് ഉണ്ട്. നമുക്ക് IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 1907 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന മെയിൻ ബോർഡാണ്. അതായത് കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 7168 കോടിയാണ് വരുന്നത്. അതുപോലെ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 118 മുതൽ 124 രൂപ വരെയാണ് വരുന്നത്. കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 2485 കോടിയാണ്. ഇതിൽ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 120 ഷെയർസ് ആണ്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 32.52% വരുന്നത്. അതുപോലെ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 20 ജാനുവരിയാണ്. IPO ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 22 ജാനുവരിയാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് 23 ജാനുവരിയാണ്. ഡിമാർട്ട് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് 27 ജാനുവരിയാണ്. അതായത് കമ്പനി BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 28 ജാനുവരിയാണ്. അപ്പം കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഫണ്ടിൽ 42%, അതായത് 423 കോടിയും ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനും, 34% ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയും, 13% അവർക്ക് പുതുതായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് സെന്ററിന് വേണ്ടിയും, 8% മാർക്കറ്റ് ആൻഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റവന്യൂ കണ്ടു നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2023 1415 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 1884 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2025 ആയപ്പോഴത്തേനും 2485 കമ്പനിയുടെ റവന്യൂ. ഇയർ ടു ഇയർ നമുക്ക് റവന്യൂയിൽ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ എബിറ്റ് നോക്കുവാണെങ്കിൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ നോക്കുവാണെങ്കിൽ 2023 ലോസ് ആണ്, നെഗറ്റീവ് ആണ് വരുന്നത്. ഏതാണ്ട് 101 കോടി ലോസ് ആണ്, നെഗറ്റീവ് ആണ് കാണാൻ സാധിക്കുന്നത്. 2024 ആയപ്പോഴത്തേനും അത് 19 കോടിയായിട്ട് പോസിറ്റീവ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് 2025 48 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ പാർട്ടി നമുക്ക് കണ്ടു നോക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടു നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2023 കമ്പനിക്ക് ലോസ് ആയിരുന്നു, ഒരു 142 കോടി ലോസ് ആയിരുന്നു. അത് 2024 ആയപ്പോഴും എത്രയാണ്? 2024 കമ്പനിക്ക് ലോസ് ആണ്, ഒരു 11 കോടി ലോസ് ആണ് വരുന്നത്. 2025 കമ്പനിക്ക് 6 കോടി പ്രോഫിറ്റ് ആണ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ അസറ്റ് നോക്കുവാണെങ്കിൽ 3 വർഷത്തെ അസറ്റ് നോക്കുവാണെങ്കിൽ 2023 442 കോടിയായിരുന്നു കമ്പനിയുടെ അസറ്റ്. ഇത് 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേനും 786 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ 2025 ആയപ്പോഴത്തേനും ഇത് 1259 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കമ്പനിയെ സെയിം സെക്ടറിലുള്ള കമ്പനികളായിട്ടും അതുപോലെ സെക്ടറൽ ആവറേജുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 7168 കോടിയാണ്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 1677 കോടിയാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 39,566 കോടിയാണ്. അതുപോലെ ഏജീസ് ലോജിസ്റ്റിക് ലിമിറ്റഡിന്റെ 25,333 കോടിയാണ്. ബ്ലാക്ക് ബങ്ക് ലിമിറ്റഡിന്റെയോ 11,632 കോടിയാണ്. നമ്മൾ സെക്ടറൽ ആവറേജ് വെച്ച് നോക്കുമ്പോഴും ഈ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനികൾ വെച്ച് നോക്കുമ്പോഴും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നല്ലതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ റവന്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. റവന്യൂ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ എത്രയാണ്? 2485 കോടിയാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 711 കോടിയാണ്. അതുപോലെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ റവന്യൂ എന്ന് പറയുന്നത് 8887 കോടിയാണ്. അതുപോലെ ഏജീസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ 6763 കോടിയാണ് റവന്യൂ വരുന്നത്. അതുപോലെ ബ്ലാക്ക് ബക്ക് ലിമിറ്റഡിന്റെയോ 426 കോടിയാണ്. സെക്ടറൽ ആവറേജ് നോക്കുവാണെങ്കിലും കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് കഴിഞ്ഞ വർഷം നല്ല റവന്യൂ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നമുക്ക് കണ്ടു നോക്കാം. കമ്പനിക്ക് എത്രയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 32.52% വരുന്നത്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 0.02% ആണ്. സെക്ടറൽ ആവറേജിനേക്കാളും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ആണ് കമ്പനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പാർട്ടി നമുക്ക് കണ്ടു നോക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ഫിനാൻഷ്യൽ എത്രയായിരുന്നു? 6 കോടിയായിരുന്നു. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 13 കോടിയാണ് വരുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെയോ 1791 കോടിയാണ്. ഏജീസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡിന്റെയോ
787 കോടിയാണ്. ബ്ലാക്ക് ബക്ക് ലിമിറ്റഡ് ഇന്ത്യ 38 കോടിയാണ്. സെക്ടറൽ ആവറേജിനേക്കാളും കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറവാണ്. നെഗറ്റീവ് നമ്മൾ 2023-ലും 2024-ലും നെഗറ്റീവ് ആണ്. 2025 ആയപ്പോൾ 6 കോടി പോസിറ്റീവ് ആണ്. പക്ഷെ സെക്ടറൽ ആവറേജിനേക്കാളും കുറവാണ്. പിന്നെ നമ്മൾ കമ്പനി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കുറവാണ് നമുക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ കമ്പനിയുടെ PE നോക്കുവാണെങ്കിൽ കമ്പനിയുടെ PE നല്ല രീതിയിൽ കൂടുതലാണ്. കാരണം PE റേഷ്യോ കൂടുതലെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വാല്യൂ ഓവർ വാല്യൂഡ് എന്നാണ്, നമുക്ക് മേടിക്കാനുള്ള ഒരു ഗുഡ് സിറ്റുവേഷൻ അല്ലെന്നാണ്. അപ്പം കമ്പനിയുടെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 953.84 സെക്ടറൽ ആവറേജ് നോക്കുകയാണെങ്കിലോ 34.35 ആണ് വരുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 31.47 ആണ് വരുന്നത്. ഏജിസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് 35.32 ആണ് വരുന്നത്. ബ്ലാക്ക് ബക്ക് ലിമിറ്റഡ് 34.22 ആണ് വരുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കമ്പനിക്ക് നല്ല രീതിയിൽ PE റേഷ്യോ കൂടുതലാണ്. അതുപോലെ D റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.2 ആണ് വരുന്നത്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 0.59 ആണ് വരുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 0.07 ആയിരുന്നു വരുന്നത്. ഏജീസ് ലോജിസ്റ്റിക് ലിമിറ്റഡ് 0.99 ആണ് വരുന്നത്. ബ്ലാക്ക് ബക്ക് ലിമിറ്റഡ് 0.03 ആണ് വരുന്നത്. സെക്ടറൽ ആവറേജ് വെച്ച് നോക്കുമ്പോഴും കമ്പനി വെച്ച് നോക്കുവാണെങ്കിലും കമ്പനിക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കടം കുറവാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.